Hey guys, welcome back. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ കൊടൈക്കനാലിൽ ഞങ്ങൾക്ക് അടിപൊളി സർപ്രൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോടയും ചെറിയ ചാറ്റൽ മഴയും നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങി. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പേടിക്കാനില്ല, നടക്കാനൊക്കെ പോയിക്കോന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്ന്. അതിനൊരു റീസൺ ഉണ്ട്, അതായത് അവിടെ കാട്ടുപോത്തൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ നടക്കാൻ പോകാനൊക്കെ ഒരു പേടി തോന്നി. പക്ഷെ അപ്പോൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, രാവിലെ ഒന്നും അങ്ങനെ വരാറില്ല, ഈവനിങ് ആണ് അവർ വരാറെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. ഞങ്ങളുടെ സ്റ്റേയിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാട്ടുപോത്ത് വന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണിത്. ഈവനിങ് ആണ് കൂടുതലും അവർ വരാറുള്ളതെന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവരിപ്പോൾ ചെറിയ ഫെൻസൊക്കെ കെട്ടി ഇപ്പം അങ്ങനെ വൈകിട്ടൊന്നും അങ്ങനെ അധികം വരാറില്ല എന്നും പറഞ്ഞു. അമ്മേ ആണെങ്കിൽ നടക്കത്തില്ല. ഇത്തവണത്തെ ട്രിപ്പ് ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതായത് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊന്നും കാണാൻ അങ്ങനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് പോയതാണ്. ഇതിനു മുന്നേ പോയപ്പോഴും പൂണ്ടി, കൂക്കൽ, മന്നാനൂരൊക്കെ പോയി സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിയാനോട് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ബോട്ടിങ്ങിന് പോവാന്ന്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹത്തിന് എന്നാൽ പിന്നെ കൊടൈക്കനാൽ ലേക്കിൽ നമുക്കൊരു ബോട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ജസ്റ്റ് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഡ്രൈവ് പോകാമെന്ന് കരുതി. അതായത് പൂമ്പാറ റൂട്ടിൽ, ആ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണല്ലോ. അപ്പോൾ ആ പൂമ്പാറ റൂട്ടൊന്ന് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഉച്ചയോടുകൂടി കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തെത്തി. അവിടെ ശരിക്കും ഡ്രൈവ് നല്ലോണം എൻജോയ് ചെയ്തു. കാരണം മൺസൂൺ ടൈം ആയതുകൊണ്ട് ഫുള്ള് പച്ചപ്പായിരുന്നു. എവിടെ നോക്കിയാലും ഭയങ്കര സീനിക് ബ്യൂട്ടി, അങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഫുള്ള് പച്ചപ്പായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എന്താ കയ്യില് എന്താ കയ്യില് നീ എന്തൊക്കെ മേടിച്ചിട്ട് ഡാർക്ക് പ്ലെയിൻ ഡാർക്ക് വിത്ത് ഡാർക്ക് ചോക്ലേറ്റിന്റെ കുറ്റം പറയാൻ അല്ല മറ്റേത് ഇപ്പൊ കഴിക്കാനോ
ഇത് മാത്രമേ നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കണം എന്ന്. മാത്രമല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെഡൽ ബോട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ റോ ബോട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതിന് നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകാൻ ഒരു ചേട്ടനുണ്ടാവും. ഒരു 20 മിനിറ്റ് നമ്മൾ ആ ലേക്കിൽ കൂടെ ഇങ്ങനെ കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഈ തുള്ളിച്ചാടി പോകുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് വെള്ളം നല്ല പേടിയാണ്. ബോട്ടിങ്ങിന് പോകാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ എനിക്ക് അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ്. അത് ഞാൻ ബോട്ടിലോട്ട് കയറുന്നൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം പേടിയുണ്ടെന്നുള്ളത്. നീ പിടിക്കാം, രാവിലെ പിടിക്കാം കുട്ടീനെ. ആ ഒറ്റ മിനിറ്റ്. ഇതിന്റെ മുഖഭാവം എന്താ? അതുകൊണ്ടൊന്നും അല്ല, നിന്നെ ആദ്യം കണ്ടില്ല. വലിയ സാധനം ഇത്, കുഞ്ഞ് കൊളക്കോഴി. സീകളത്ര തൊട്ടോക്ക് 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 അവിടെ അതിനല്ല വെള്ളത്തൊട്ടൊക്കെ. ഏത് തൊട്ടോക്കണോ? ഈ അങ്ങനെ അവലെ അവലെ വെള്ളം വന്നോ? ആ തൊട്ട് അങ്ങനെ പിടിച്ചോ? വേണ്ട. ഈ കൈ വിഷ്ണു ഒരനക്കമില്ലല്ലോ. എവിടെ രാഹുൽ? നേരെ നോക്കുക. ആ കുഞ്ഞി ഫിഷ് ഉണ്ടല്ലോ. പരല് പരല് അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി. ഞങ്ങൾക്ക് അവിടെ കിച്ചണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ ഡിന്നറൊക്കെ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്. 2 ദിവസം ഡിന്നർ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇപ്പോഴത്തെ കൊടൈക്കനാലിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രീം ബൺ ഉണ്ടല്ലോ, പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറിയിലെ ക്രീം ബണ്ണ്, അപ്പോൾ അത് കഴിക്കാൻ പോയ വിശേഷവും പിന്നെ ഞങ്ങൾ സൺഡേ മാർക്കറ്റ് പോയി എന്തൊക്കെ വാങ്ങി എന്നുള്ളതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ബൈ.